വർഷങ്ങൾക്ക് മുൻപ് നിഗൂഢമായ സാഹചര്യങ്ങളിൽ അയാൾക്ക് തൻ്റെ ആദ്യ ഭാര്യയെ നഷ്ടപ്പെട്ടു. മൃഗീയമായ ഒരു കൊലയായിരുന്നു അത്. കൊലയാളിയുടെ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെയായിരുന്നു ആ കൊല നടന്നത്. കാലക്രമേണ കേസ് തണുത്തു. നിരാശപ്പെടാതെ ജോർജ് മുന്നോട്ടു പോയി വീണ്ടും സ്നേഹം കണ്ടെത്തി. അയാളുടെ രണ്ടാം ഭാര്യയും അതേ വിധി നേരിട്ടു. കാലക്രമേണ ജോർജ് മറ്റൊരു സ്ത്രീയുടെ കൈകളിൽ ആശ്വാസം കണ്ടെത്തി. എന്നാൽ പിന്നീട് ചരിത്രം ആവർത്തിച്ചു. അയാളുടെ മൂന്നാമത്തെ ഭാര്യയും നിർജീവയായി. ഇതും നമ്മുടെ കേസും തമ്മിൽ എന്താണ് ബന്ധം? ഒരു സാധ്യതയാണ് സാർ. ആ 3 കൊലയും ചെയ്തത് അയാളാണ്. ആദ്യ കൊലപാതകത്തിൽ ഹരം കണ്ടെത്തിയ അയാൾ പിന്നീടത് ചെയ്യുവാനായി വീണ്ടും കല്യാണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മൊത്തം 3 കല്യാണത്തിലൂടെ 3 കൊലപാതകം ചെയ്തു. ഇനിയും ഇത് ആവർത്തിച്ചാൽ പിടിക്കപ്പെടുമെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നീട് അയാൾ കല്യാണം കഴിച്ചില്ല. അയാൾ തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങി.